So hey guys, welcome back to the new video. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ട്രേഡ് ബിഗ് ബാർ സ്ട്രാറ്റജിയുടെ ബേസിസിലാണ്. ഇന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 9 EMA മണ്ടയ്ക്ക് ക്ലോസിംഗ് കൊടുത്തു. ക്യാൻഡിൽ രാവിലെ തന്നെ ഫോം ചെയ്ത് ഏകദേശം 76 പോയിന്റ്സിൻ്റെ ഏറ്റവും വലിയൊരു ഡൗൺ ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അവസാനം 3-4 ക്യാൻഡിൽസിനുള്ളിൽ ആ ക്യാൻഡലിൻ്റെ ഹൈനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് നേരം കൂടെ ഞാൻ നോക്കും. ഒരു 110 120 മണ്ടയ്ക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. 120 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എക്സിറ്റ് ചെയ്യും. കാരണം ഇവിടെ മിക്ക റീറ്റെയിലേഴ്സും ആ ടൈമിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. റീറ്റെയിലേഴ്സ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഓബ്വിയസ്ലി ഡൗൺ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ അങ്ങനെ ഒരു ടൈം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ ഫോൺ റെഡിയാക്കി വെച്ചേക്കുവാണ്. എനിക്ക് എൻ്റെ ഉദ്ദേശിക്കുന്ന 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതാണ്. കാരണം റീറ്റെയിലേഴ്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് അവരുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യത്തില്ല. സോ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സ്പൈക്ക് ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ സ്പൈക്കിൽ ചിലപ്പോൾ 120 നമുക്ക് കിട്ടും. ആ 120 നമുക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ലോസ് ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം എന്ത് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഇപ്പോൾ 112 നിൽക്കുവാണ് മാർക്കറ്റ്. ചെറിയൊരു സ്പൈക്ക് കൊടുത്ത് 120 എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് എക്സിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ലിക്വിഡിറ്റി ബേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക റീറ്റെയിലേഴ്സ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാകും. ആ റീറ്റെയിലേഴ്സിൻ്റെ എല്ലാ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്യും. അതിന് മുന്നേ തന്നെ നമുക്കിവിടെ എക്സിറ്റ് ചെയ്യണം. സോ നമ്മൾ ആ സ്പൈക്കിന് വേണ്ടിയാണ് നോക്കുന്നത്. ചെറിയൊരു സ്പൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. ഒരുപാട് ഗ്രീഡി ആയി നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. പ്രീമിയം ഫോളോ ചെയ്യുന്നില്ല ഇപ്പോഴും. പ്രീമിയം ഇപ്പോഴും അപ്പ് ഡയറക്ഷൻ തന്നെ നിൽക്കുവാണ്. പക്ഷേ സ്പോട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു ചെറിയ സ്പൈക്ക് മതി. ഇപ്പോൾ 15 പോയിൻറ്റ്സിൻ്റെ നമുക്കൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് കുറച്ച് മണ്ടക്കോട്ടാക്കിയായിരുന്നു. 5 പോയിൻറ്റ്സിലോട്ട് മാറ്റിയായിരുന്നു. വലിയ ലോസ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇത്രയും സ്പൈക്ക് കിട്ടിയതല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ കാണും. നമ്മളൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പ്രത്യേകിച്ച് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. നമ്മളിങ്ങനെ തന്നെയാണ് വീഡിയോ ഇടാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ്. കാരണം നമുക്കിവിടെ സ്ക്രിപ്റ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ കുറേ ദിവസമായിട്ട് നമ്മുടെ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ കുറേയധികം പ്രീമിയത്തിനകത്ത് കയറിയിട്ട് നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തു. അത് 9 EMA സ്ട്രാറ്റജി തന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിങ്ങിലെ ലിക്വിഡിറ്റി ബേസ്ഡ് സ്ട്രാറ്റജി ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് ഇപ്പോഴും റിസൾട്ട് കൂടുതലും തന്നേക്കുന്നത് നമുക്ക് പ്രീമിയത്തിനകത്തിലെ ബിഗ് ബാർ ക്യാൻഡിൽ സ്ട്രാറ്റജി തന്നെയാണ്. ഓരോ ഞാൻ ഉപയോഗിച്ച രീതി തെറ്റായിരുന്നു എന്ന് മാത്രമാണ് ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി തെറ്റായിരുന്നു. ഞാൻ ബിഗ് ബാർ ക്യാൻഡിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി തെറ്റായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിവിടെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ കുറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇപ്പോൾ നമുക്ക് പ്രീമിയത്തിലൊരു സ്പൈക്ക് കിട്ടുന്നുണ്ട്. ഞാനിവിടെ എക്സിറ്റ് ചെയ്യാൻ റെഡിയാണ്. 118 119 119 118 118 ഒറ്റ സ്പൈക്കും കൂടെ ഞാനിവിടെ എക്സിറ്റ് ആയിക്കോളാം. 117 come on just one more spike. ഒരു സ്പൈക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിന്ന് ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതാണ്. 122 ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. 121 ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, എനിക്ക് അത്രയും മതി. എനിക്ക് 121 മതി. ഞാൻ എക്സിറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ഗ്രീഡി ആകുന്നില്ല. 121 എക്സിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് മണ്ടക്കോട്ട് പോയി. കുഴപ്പമില്ല. പക്ഷേ 121 ഞാൻ എക്സിറ്റ് ചെയ്തു. എനിക്ക് സ്കാൽപ്പാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ഗ്രീഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. 121 ഞാൻ എക്സിറ്റ് ചെയ്തു. നമുക്ക് കാണാൻ വേണ്ടി പറ്റി ഇവിടെ ബിഗ് ബാർ ക്യാൻഡിൽ നല്ല രീതിയിൽ തന്നെ ഫോമായി. നമ്മുടെ ബിഗ് ബാർ ക്യാൻഡിൽ സ്ട്രാറ്റജി നല്ല രീതിയിൽ ഇവിടെ വർക്കായിട്ടുണ്ട്. സോ ഇവിടെ ക്യാൻഡലിൻ്റെ ഹൈനെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇനി ഇവിടെ മിക്ക റീറ്റെയിലേഴ്സും ട്രേഡ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഒറ്റയടിക്ക് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ അടുത്ത വീഡിയോകൾ നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ.